ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ചിന്ന ചിന്ന ആസൈ കണ്ടു. ഇറ്റ്സ് എൻ അമേസിങ് കൂൾ മൈൻഡ് റീഫ്രഷിംഗ് മൂവി. ഇന്ദ്രൻ ചേട്ടൻ നമ്മളെ ഒരുപാട് കാലമായി ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും അടിപൊളി ഞെട്ടിക്കലായി. പടം ഷൂട്ട് ചെയ്തിരിക്കുന്നതും ആ കഥയുടെ ബേസും മൊത്തം വാരണാസിയായിട്ട് ബന്ധപ്പെട്ടാണ്. വാരണാസിയിൽ മിസ്സിംഗ് ആകുന്ന ഒരു സ്ത്രീയെ, മധ്യവയസ്കന്മാർ, അവരുടെ പ്രണയം, അവരുടെ കെയറിങ്. ഇന്ദ്രൻ ചേട്ടൻ കിടുക്കി തിമിർത്തു എന്നൊക്കെ പറയുന്നതിനേക്കാളും മുകളിൽ എന്താണ് പറയുന്നത് അത് പറയേണ്ടി വരും. അമ്മാതിരി ആക്ടിംഗ് ആണ് അദ്ദേഹം. ആ കെയർ ചെയ്യുന്നതും ഒരു മധ്യവയസ്സായവരുടെ പ്രണയത്തിലുള്ള കെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പക്ക നമ്മളുടെ അച്ഛനമ്മയൊക്കെ കാണുന്നത് പോലെ പക്ക കെയറിങ്, പബ്ലിക് കെയറിങ്. പിന്നെ വിഷ്ണു അഗസ്റ്റ്യ, അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനുണ്ട്. നമ്മെ അറിയാതെ നമുക്ക് അരിഞ്ഞു പോകുന്ന ഒരു സീനുണ്ട്. അത് സൂപ്പറായിരുന്നു. ഈ ഇന്ദ്രൻ ചേട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്താ ആക്ടിങ്. ഇപ്പോ നമുക്ക് ഓൾറെഡി ഇന്ദ്രൻ ചേട്ടനെ അറിയാം, അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിന്റെ റേഞ്ച് അറിയാം. ഇതിന്റെ ഡയറക്ഷൻ വന്നിട്ട് വർഷ വാസുദേവ്, അവര് തന്നെയാണ് അതിന്റെ റിട്ടേൺ. ഒരു സൂപ്പർ ഫീൽ ഗുഡ് മൂവി. തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നല്ല കാണേണ്ട പടമാണ്. ഇപ്പൊ നമ്മളുടെ ഇന്ദ്രചേട്ടൻ തമിഴ്നാട്ടിലും കത്തിക്കേറി. കറുപ്പില് അദ്ദേഹം ചെയ്ത റോള് പടം വല്ല പോരാങ്കിലും അദ്ദേഹം ചെയ്ത റോള് ആരും മറക്കാനിടയില്ലാത്ത റോളാണ്. അതുപോലെ ഇപ്പൊ ചിന്ന ചിന്ന ആസൈ, അത് മധുബാലന്റെ പേരായിട്ട്. പണ്ട് ഇന്ദ്രൻ ചേട്ടൻ പ്രമുഖ നടിമാരാൽ ഇൻസൾട്ട് ആയിട്ടുള്ളത്, അതായത് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞ നായികമാരുണ്ട്. അവരൊക്കെ ഇന്ന് ഈ മൂവി നോക്കി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ട് കരയുന്നുണ്ടാവും. വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ എല്ലാവരും ഈ മൂവി മസ്റ്റ് വാച്ചാണ്. അതും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. പിന്നെ ഒരു ഫാമിലി ആയിട്ട് പോകുന്നത് ഓക്കെ, പിന്നെ കൂടെ കൂട്ടുമ്പോൾ ഒരു ഫീൽ ഗുഡ് അനുഭവിക്കാൻ അറിയുന്ന ആളും കൂടി കൊണ്ടുപോയാൽ ബെറ്റർ ആയിരിക്കും. തനിച്ചിരുന്ന് നോക്കലാണ് ഏറ്റവും ബെറ്റർ.